പുരുഷ വന്ധ്യത ഡീൽ ചെയ്യുന്ന സമയത്ത് അതിപ്പോൾ കൗണ്ട് കുറവ്, മോട്ടിലിറ്റി കുറവ്, മോർഫോളജി കുറവ്, അങ്ങനെ എന്ത് തന്നെ ആണെങ്കിലും കേസ് എടുക്കുന്ന സമയത്ത് ചോദിക്കുമ്പോൾ പലപ്പോഴും സ്ട്രെസ്സ് കൂടുതലായിട്ടുള്ളതായിട്ട് കാണാറുണ്ട്. പല ഹൈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളിലും ഈ മോർഫോളജി ഇഷ്യൂ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്, വളരെ യങ് ഏജിലാണെങ്കിൽ പോലും. എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു മെയിൽ ഫെർട്ടിലിറ്റി കേസിൽ അതൊരു അസ്റ്റെനോ ടെറട്ടോ സൂസ്പെർമിയ കേസായിരുന്നു. അപ്പോൾ കേസ് എടുക്കുന്നതിനിടയിൽ വൈഫ് എന്നോട് പറഞ്ഞു, ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഫാമിലിയിൽ മറ്റു ആളുകളൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഇവരാണ് ചെയ്യേണ്ടത്, ഓവർ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സോ നമ്മളൊരു ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ കേസ് എടുക്കുന്ന സമയത്ത്, മെഡിസിൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം വളരെ വാല്യബിൾ ആണ്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആ ഒരു കേസിൽ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് 1 മന്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. അതൊരു ഏകദേശം ഒരു 10 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു കേസും ആയിരുന്നു. സോ നിങ്ങളൊരു ഫെർട്ടിലിറ്റി ജേർണിയിലാണെങ്കിൽ, നിങ്ങൾക്ക് നന്നായിട്ട് സ്ട്രെസ് ഉണ്ട്, ജോബ് റിലേറ്റഡ് ആയിട്ടോ ഫാമിലിയിൽ നിന്നൊക്കെ നന്നായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അത് നിങ്ങളെ ഫെർട്ടിലിറ്റി ജേർണീനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും.